ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇസ് മാറ്റർ അറൗണ്ട് അസ് പ്യുർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ലെറ്റ്സ് ലുക്ക് വാട്ട് മാറ്റർ ഇസ്. മാറ്റർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് വോളിയം ഇസ് കോൾഡ് മാറ്റർ അല്ലേ? അല്ലെങ്കിൽ മാസും വോളിയവും ഒക്യുപ്പൈ ചെയ്യുന്ന എന്തൊരു സബ്സ്റ്റൻസിനെയും നമ്മൾ മാറ്റർ എന്നാണ് പറയുന്നത്. മാറ്റർ മെയിൻലി 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? ഇസ് മാറ്റർ അറൗണ്ട് അസ് പ്യുർ. അപ്പോൾ പ്യുർ എന്നൊരു സബ്സ്റ്റൻസിനെ നമ്മൾ സയൻസിൽ പറയണമെങ്കിൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Substance is said to be pure if its constituent particles are the same in their chemical nature. അപ്പോൾ ഒരു സബ്സ്റ്റൻസിന് നമ്മൾ പ്യുർ ആണെന്ന് പറയണമെങ്കിൽ അതിലെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അതിൻ്റെ കെമിക്കൽ നേച്ചറിൽ സെയിം ആണെങ്കിൽ നമ്മളതിനെ പ്യുർ എന്ന് വിളിക്കും. ഇനി മിക്സ്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഒന്നോ അതിൽ കൂടുതലോ പ്യുർ ഫോം ഓഫ് മാറ്റർ ഒരുമിച്ച് കൂടി ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. So mixtures are constituted by more than one kind of pure form of matter. Next നമുക്ക് types of mixtures നോക്കാം. Actually 2 types of mixtures ആണുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് homogeneous mixture. അപ്പോൾ homogeneous mixture have uniform composition throughout. അതിൻ്റെ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ എടുക്കുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് സോൾട്ട് എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മളത് അതിൻ്റെ ആ സൊല്യൂഷൻ്റെ ഏത് ഭാഗത്തു നിന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ യൂണിഫോം കോമ്പോസിഷനാണുള്ളതെന്ന്. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് മിക്സ്ചറാണ് heterogeneous mixtures. Heterogeneous mixtures have non-uniform compositions. അപ്പോൾ അൺലൈക്ക് ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചറിൻ്റെ കോമ്പസിഷൻ ആ ഒരു മിക്സ്ചറിൽ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ മിക്സ്ചർ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ എടുക്കുകയാണെങ്കിൽ, ഓയിൽ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ടോപ്പ് ലെയർ ഫോം ചെയ്ത് അങ്ങനെ അവിടെ കിടക്കും മിക്സ് ആവാതെ. നമ്മൾ ഈ ബോട്ടം ലെയറിൽ നിന്നൊരു സ്പൂൺ എടുത്ത് നോക്കുന്നു, അത് നമ്മൾ മുകളിലത്തെ ലെയർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വിത്തിൻ ദ മിക്സ്ചർ ഇറ്റ് സെൽഫ് രണ്ട് തമ്മിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അതിന് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന് നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് എന്താണെന്നാണ്. സോ വാട്ട് ഇസ് എ സൊല്യൂഷൻ? സൊല്യൂഷനും ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. So a solution is a homogeneous mixture of 2 or more substances. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസിൻ്റെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ്സ് മാത്രമല്ല, സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ഗേഷ്യസ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിളാണ് എയർ. എയർ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചറാണ്. അതുപോലെ തന്നെ സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിളാണ് അലോയ്സ്. അലോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നോ അതിൽ കൂടുതലോ മെറ്റൽസ് ഒന്നിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിക്സ്ചർ, അല്ലെങ്കിൽ ഒരു മെറ്റലും നോൺ മെറ്റലും ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന മിക്സ്ചറിനെ നമുക്ക് അലോയ്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൊല്യൂഷൻസിൻ്റെ കോമ്പണൻസ് നോക്കാം. ഒരു സൊല്യൂഷന് 2 കോമ്പണൻസ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ സോൾവെൻറ്റ്. Solvent is the component of the solution that dissolves the other component in it. അപ്പോൾ സൊല്യൂഷനിൽ ഒരു കോമ്പണൻറ്റിനെ ഡിസോൾവ് ചെയ്യിക്കുന്ന ഒരു സബ്സ്റ്റൻസിനാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. സോൾവെൻ്റ് ആയിരിക്കും സൊല്യൂഷനിൽ ലാർജർ എമൗണ്ടിൽ കാണുന്നത്. ഇനി നെക്സ്റ്റ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. ദ കോമ്പണൻറ്റ് ഓഫ് ദ സൊല്യൂഷൻ ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ് ഇസ് നോൺ ആസ് സൊല്യൂട്ട്. അപ്പോൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്ന കോമ്പണൻ്റാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇതായിരിക്കും ഒരു സൊല്യൂഷനിൽ നമുക്ക് ലെസ്സർ എമൗണ്ട്സിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ, ഷുഗർ വെള്ളത്തിൽ അലിയിക്കുമ്പോഴാണ് ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നത്. വെള്ളം, അതായത് വാട്ടറാണ് അതിലെ സോൾവെൻറ്റ്, അതിൽ അലിയിക്കപ്പെടുന്ന ഷുഗറാണ് അതിലെ സൊല്യൂട്ട്. നെക്സ്റ്റ് നമുക്ക് സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ദ സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഞാൻ ഓൾറെഡി പറഞ്ഞു സൊല്യൂഷൻ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. Next property is that the particles of the solution are smaller than 1 nanometer in diameter and cannot be seen by naked eyes.
അപ്പോൾ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 1 നാനോമീറ്ററിനേലും ചെറുതാണ് അവരുടെ ഡയമീറ്റർ. ആൻഡ് നമ്മുടെ നേക്കഡ് ഐസ് വെച്ചിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല, പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. ഇനി തേർഡ് പ്രോപ്പർട്ടിയാണ്, ഈ ചെറിയ പാർട്ടിക്കിൾ സൈസ് കാരണം ഈ സൊല്യൂഷനിൽ കൂടെ ഒരു ലൈറ്റ് കടന്നു പോവുകയാണെങ്കിൽ ആ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന് ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സൊല്യൂഷനിൽ കൂടെ ഒരു ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൊല്യൂഷനിൽ കൂടെ ലൈറ്റ് കടന്നു പോകുന്നത് കാണാൻ പറ്റില്ല. സോ ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് particles of the solution cannot scatter a beam of light passing through it, so the path of light is not visible in a solution. And fourth property ആണ്, the solute particles cannot be separated from the mixture by the process of filtration. Solute particles do not settle down when left undisturbed, that is, the solution is stable. അപ്പോൾ ഒരു സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് ഒരിക്കലും താഴെ വന്ന് സെറ്റിൽ ഡൗൺ ആവില്ല. ആൻഡ് ഇതിനെ നമുക്കൊരു സൊല്യൂഷനും ഒരു സോൾവെൻറ്റിനെയും ഒരു സൊല്യൂട്ടിനെയും ഫിൽട്രേഷൻ പ്രോസസ്സ് വഴി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു സൊല്യൂഷനെ സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്, ഷുഗർ നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അരിച്ച് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഷുഗറും വാട്ടറും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ നമ്മൾ സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ. നെക്സ്റ്റ് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ മെയിൻലി 3 ടേംസിലാണ് കോൺസെൻട്രേഷനെ റെപ്രസെൻ്റ് ചെയ്യുക. ആദ്യമുള്ളത് സാച്ചുറേറ്റഡ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് എന്നുള്ള ടേം യൂസ് ചെയ്യും, ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്നുള്ള ടേം യൂസ് ചെയ്യും. എപ്പോഴാണ് ഈ ടേംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വളരെ കുറവാണെങ്കിൽ നമ്മളതിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയും. ഇനി ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറച്ചുകൂടി കൂടുതലാണ് എങ്കിൽ നമ്മളതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഇനി എപ്പോഴാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? No more solute can be dissolved in a solution at a given temperature, the solution is said to be saturated. എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അതിൽ ഡിസോൾവ് ചെയ്യിച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഒട്ടും സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇനി സോല്യുബിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. The amount of solute present in the saturated solution is called solubility. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ടോ അതിനെയാണ് ആ സൊല്യൂഷൻ്റെ സോല്യുബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അവിടെ നോട്ട് ചെയ്യണം, സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടോ അതിനെയാണ് സോല്യുബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്താണെന്ന് നോക്കാം. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഇസ് കോൾഡ് കോൺസെൻട്രേഷൻ. ഒരു സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ടോ അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോല്യുബിലിറ്റിയും കോൺസെൻട്രേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോല്യുബിലിറ്റി നമ്മൾ പറയുന്നത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എത്രമാത്രം സൊല്യൂട്ട് ഉണ്ടെന്നാണ്. വെറസ് കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നത് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ടെന്നാണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നില്ല കോൺസെൻട്രേഷനിൽ. ഓക്കെ, ഇനി നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷനെ എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ഇതിന് ആക്ച്വലി 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളതിനെ മാസിൻ്റെ ടേംസിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇക്വേഷനാണ് മാസ് ബൈ മാസ് പെർസെൻറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. അതിന് മാസിനെയും വോളിയത്തിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. നെക്സ്റ്റ് മെത്തേഡ് ഇസ് expressing both in the terms of volume. അപ്പോൾ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ഇതാണ് 3 ഇക്വേഷൻസ്. ഇനി നമുക്കൊരു ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ NCERTയിലെ സോൾവ്ഡ് എക്സാമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 40 gram of common salt in 320 gram of water. Calculate the concentration in terms of mass by mass percent of the solution. ഓക്കെ, നമുക്ക് ഇവർ പറഞ്ഞേക്കുന്നത് എന്താണ്? 40 gram ഓഫ് സോൾട്ട് 320 gram ഓഫ് വാട്ടറിൽ ഇട്ടേക്കാണ്. നമുക്കിതിൻ്റെ കോൺസെൻട്രേഷൻ മാസിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം.
സോ ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോൾട്ടാണ്. സോ മാസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു 40 ഗ്രാം. സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. സോ മാസ് ഓഫ് സോൾവെൻറ്റ് ഇസ് ഈക്വൽ ടു 320 ഗ്രാം. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 40 പ്ലസ് 320 ഗ്രാം ഇസ് ഈക്വൽ ടു 360 ഗ്രാം. ഇനി മാസ് ഓഫ് സൊല്യൂഷൻ, മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. That is equal to 40 divided by 360 into 100 which gives us 11.1%. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇസ് 11.1%. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലാസ് ഉപയോഗിച്ചൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രോബ്ലം സോൾവ് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. Okay, so thank you for watching the video.